കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത് 3 ജീവനുകളാണ്. ഇന്നലെ വൈകിട്ട് ഇടുക്കിയിൽ ഒരു സംഭവമുണ്ടായി. പെരുവന്താനത്താണ് സോഫിയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. വയനാട് നൂൽപ്പുഴയിൽ മാനുവിനെ ആന തുമ്പിക്കൈ കൊണ്ട് എറിഞ്ഞുകൊല്ലുകയായിരുന്നു. തിരുവനന്തപുരം പാലോട് ബാബുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് 5 ദിവസത്തിന് ശേഷമാണ് പുറം ലോകമറിഞ്ഞത്. വയനാട് നൂൽപ്പുഴയിൽ നിന്ന് കമൽ, സുൽത്താൻ ബത്തേരി ആശുപത്രിയിൽ നിന്ന് ഇംതിയാസും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി, ഈ മാനുവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത് കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള കാപ്പാട് എന്ന ഗ്രാമത്തിൽ വെച്ചാണ്. തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ ജോലി കഴിഞ്ഞ വനത്തിനകത്തുള്ള സ്വന്തം വീട്ടിലേക്ക് വരികയായിരുന്നു മാനു. റോഡിൽ ഓട്ടോറിക്ഷയിൽ ഇറങ്ങിയ ശേഷം വയലിലൂടെ നടന്ന ഈ ഉന്നതിയിലേക്ക് പോകുമ്പോഴാണ് മാനുവിനെ മുന്നിൽ കാട്ടാന എടുത്തെറിയുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 8:15 ആയിരുന്നു സംഭവം. ഇന്ന് രാവിലെയാണ് മാനുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തി. വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ വനമേഖലയാണ് ഇതിന് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തെത്തണമെന്ന ആളുകൾ നിർബന്ധം പിടിച്ചു. അദ്ദേഹം വരാൻ താമസിച്ചത് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധത്തിനിടയാക്കി. പിന്നീട് നടന്ന ചർച്ചയിൽ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉടൻ നൽകാനും ബാക്കി 5 ലക്ഷം സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന മുറയ്ക്ക് നൽകാനും തീരുമാനമായി. അതോടൊപ്പം ഇവിടെ ഈ 6 ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ബാക്കിയായത്. റീബിൽഡ് കേരള പദ്ധതിയിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയപ്പോൾ 13 ജനറൽ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ആദിവാസികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി അതിൽ ഉണ്ടായിരുന്നില്ല. അതിനെതിരെയും പ്രതിഷേധമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള പദ്ധതി നടപ്പാക്കുമെന്ന വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മേഖലയിൽ പട്രോളിംഗ് നടത്തും, ശക്തമാക്കും, ട്രെഞ്ചുകളും വേലികളും സ്ഥാപിക്കും തുടങ്ങിയ ഉറപ്പുകളൊക്കെ നൽകിയതിനെ തുടർന്നാണ് അല്പം മുമ്പ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മോത്തി, ശരി കമൽ, നമുക്കിപ്പോൾ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഇംതിയാസ് കരീമുണ്ട്. ഇംതിയാസ്, നടപടികളിലൊക്കെ പുരോഗമിക്കുകയാണോ? വിശദാംശങ്ങൾ എന്താണ് ഇംതിയാസ്? മോത്തി, ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി അല്പസമയം മുൻപാണ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മരിച്ച മാനുവിൻ്റെ മൃതദേഹം എത്തിച്ചത്. ഇവിടെ അവരുടെ ബന്ധുക്കളടക്കമുള്ളവരാണ് ഇവിടേക്ക് എത്തിയത്. അല്പസമയം മുൻപ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം നൂൽപ്പുഴ കാപ്പാടിലുള്ള അവരുടെ തന്നെ വീട്ടിലെത്തിച്ച് അവിടെ തന്നെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ തന്നെ സംസ്കരിക്കുമെന്നാണ് ഇവിടെയുള്ള ആളുകളെല്ലാം നമ്മളോട് പറയുന്നത്. എന്തായാലും അല്പസമയം കൂടെ കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും. നിലവിൽ നേരത്തെ കമലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6ഓളം ആദിവാസി കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണിത്. നേരത്തെ അവിടെ 50ഓളം കുടുംബങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ പലപ്പോഴായിട്ട് ഒരു പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ പലരോടും അവിടുന്ന് മാറി താമസിക്കാനൊക്കെ പറഞ്ഞ് പലരും പല ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കുകയും ചെയ്തിരുന്നു. ഇനി ആ പ്രദേശം വിട്ട് പോരില്ല എന്ന് പറഞ്ഞ ആദിവാസി കുടുംബങ്ങളാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് ഇവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു പ്രാദേശിക നേതാവ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ബാക്കി നടപടിക്രമങ്ങളൊക്കെ? ഇത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിട്ടിട്ട് കഴിഞ്ഞാൽ അവിടെ സംസ്കരിക്കുക എന്നുള്ളതാണ്. മനുഷ്യജീവന് നാട്ടിലൊരു വിലയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർക്കാരിനോ ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനോ മനുഷ്യജീവൻ സംരക്ഷിക്കണമെന്നുള്ള തരത്തിലുള്ള ഒരിടപെടലും നിലനിൽക്കുന്നില്ല. ഇതിപ്പോൾ ഓരോ ദിവസവും ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസം എൻ്റെ പ്രദേശത്ത്, ഞാൻ വനാതിർത്തിയിൽ താമസിക്കുന്ന ഒരാളാണ്, എൻ്റെ പ്രദേശത്ത് 2 ദിവസമായിട്ട് അടുപ്പിച്ച് പുലീനെ കണ്ടിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ക്വാർട്ടേഴ്സും തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ വിവരം അറിയിച്ചപ്പോൾ അവർക്കിതൊന്ന് പോയി നോക്കാനുള്ളൊരു വാഹന സൗകര്യം പോലും ഇല്ല. ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ള നിസ്സഹായമായിട്ടുള്ളൊരവസ്ഥയാണ് അവിടെ ഉള്ള ആളുകൾ ചെയ്യുന്നത്. ഇതാണ് ജനങ്ങളോടുള്ള ഈ സർക്കാരിൻ്റെ സമീപനം. എങ്ങനെ ജനങ്ങൾക്ക് ഈ നാട്ടിൽ അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള വലിയ ആദിയാണ്. വലിയ ബഹുജന പ്രക്ഷോഭം ഇതിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. സ്ഥലത്തൊരു പ്രതിഷേധത്തിൻ്റെ ഒക്കെ ഒരു സാഹചര്യം ഉണ്ടല്ലോ. നാളെ എങ്ങനെയാണ് ഹർത്താൽ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് UDFൻ്റെ ഒരു നീക്കം? ആലോചിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അത് പാർട്ടി നേതൃത്വം ആലോചിച്ച്, പാർട്ടികൾ UDFൻ്റെ നേതൃത്വം ആലോചിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഇവരുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് തന്നെ വീട്ടിലായിരിക്കും. വൈകിട്ട് തന്നെ വീട്ടുവളപ്പിലുണ്ടാകും. അവരുടെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചു. ബന്ധുക്കളോട് 1-2 പേരാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ പറഞ്ഞത് ഇന്ന് വൈകുന്നേരം തന്നെ സംസ്കരിക്കും എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മൂത്തി, അതുതന്നെയാണ് ഇന്ന് വൈകിട്ടോടു കൂടി തന്നെ സംസ്കാരം ഉണ്ടാവും എന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. ശരി, കാഞ്ഞിരപ്പള്ളിയിലും
ഇടുക്കിയിലെ ഒരു കാട്ടാന ആക്രമണത്തിൽ സോഫിയ മരിച്ചതും നമ്മൾ വാർത്തകളിൽ അറിഞ്ഞതാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നിപ്പോൾ ഷിനോജ് എസ്.ടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷിനോജ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? സംസ്കാര ചടങ്ങുകൾ എങ്ങനെയാണ്? മോത്തി അരമണിക്കൂർ മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സോഫിയയുടെ മൃതദേഹം കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ക്രമീകരിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ചെന്നാപ്പാറ ത്വാഹ ജുമാ മസ്ജിദിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോവുകയാണ്. അവിടെ അരമണിക്കൂർ നേരം പൊതുദർശനമുണ്ടാകും. അരമണിക്കൂർ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും അല്പസമയമൊക്കെ നീളാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഈ മൃതദേഹം വീണ്ടും മുണ്ടക്കയത്തേക്ക് കൊണ്ടുവരും. മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിലാണ് സോഫിയയുടെ കബറടക്കം ക്രമീകരിച്ചിരിക്കുന്നത്. 4 മണിക്ക് സംസ്കാരം നടക്കും എന്നാണ് നിലവിൽ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന സമയമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രധാനമായും വനവകുപ്പിനെതിരെ ഉയരുന്ന പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ സോഫിയയുടെ കുടുംബം, പ്രത്യേകിച്ച് സോഫിയയും അതുപോലെ തന്നെ ഭർത്താവും ഇസ്മായിലും ഒക്കെ തന്നെ നേരത്തെ വനമന്ത്രിയൊക്കെ കണ്ട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എത്രയും പെട്ടെന്ന് തന്നെ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാമെന്ന് വനമന്ത്രി തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2.5 വർഷമായിട്ടും ഇതിൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ തന്നെ സോഫിയയുടെ കുടുംബം വളരെ പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ അത്തരത്തിൽ ആ സമയത്ത് ഇത്തരത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ച സമയത്ത് തന്നെ ഒരുപക്ഷെ സോളാർ ഫെൻസിംഗ് ഒക്കെ തന്നെ വനവകുപ്പ് സ്ഥാപിച്ചിരുന്നെങ്കിൽ ഇപ്പോഴും സോഫിയ ജീവനോടെ ആയിരുന്നു എന്നും കുടുംബം പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ എസ്റ്റേറ്റാണ്. TR&T എസ്റ്റേറ്റ് എന്ന് പറയുന്നത് വർഷങ്ങളായി ഒരു മെയിൻ്റനൻസ് നടക്കാത്ത ഒരു എസ്റ്റേറ്റ് കൂടിയാണ് ഈ TR&T എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ അവിടെ കൃത്യമായി കാട് വെട്ടിത്തെളിക്കുന്ന നടപടികളിലേക്ക് തന്നെ ഈ എസ്റ്റേറ്റിൻ്റെ അധികൃതർ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും സോഫിയ നമുക്കിപ്പം ഉണ്ടാകുമായിരുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി എംപേട്ടുള്ള ഡീൻ കുര്യാക്കോസും ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കും. അതായത് ഈ എസ്റ്റേറ്റിന് കണ്ട് എസ്റ്റേറ്റ് മാനേജറിൽ നിന്ന് കാട് വെട്ടിത്തെളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് തന്നെ നടപടി ഉണ്ടാകും. പ്രത്യേകിച്ച് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഉടൻ തന്നെ പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിന് ഒരു ജീവൻ കൊടുക്കേണ്ടി വന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി ഷിനോജ്, 3 മരണങ്ങളാണ് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും കമലും ഇംതിയാസ് കരീമും ഒപ്പം ഷിനോജുമാണ്. ഇടുക്കിയിലെ വിവരങ്ങളുമായി ഷിനോജുമാണ് ഒപ്പം ചേർന്നത്.